ഹായ് ഗേസ്, നമ്മളെ എന്താ പറയുക ഡെയിലി വ്ളോഗിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വ്ളോഗ് തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്താ പറയുക, ഞങ്ങളിങ്ങനെ എന്താ പറയുക അക്ഷയ് ഇന്ന വീട്ടിൽ വന്നിട്ട് ഓൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓന് ഡ്രസ്സ് മാറാൻ ഞങ്ങൾ എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ ചെറിയൊരു പണി കിട്ടി. ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ പോയായിരുന്നു, ഇതിന്റെ കേബിള് പൊട്ടി. എന്ത് ചെയ്യും മള്ളയ്യ. അതെ, വണ്ടി സ്റ്റാർട്ടിലാണല്ലോ, പക്ഷെ ഇനി വണ്ടിയാണ് എത്തിക്കാൻ കഴിയില്ല. അതെ, ഇനിയിപ്പോ എന്തായാലും തള്ളണം. പക്ഷെ ഇത് പൊട്ടുന്നവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴോ പറഞ്ഞാൽ എപ്പോഴും പൊട്ടും പക്ഷെ പൊട്ടും ഞാൻ വിചാരിച്ചില്ല. അതെ, ഇപ്പൊ പൊട്ടും തര കേട്ടില്ല. നമ്മളങ്ങനെ എല്ലാത്തിന്റെ എന്തേലും വന്നാലാണല്ലോ നമ്മള് പഠിക്കുക. അതെ, ഇനിയിപ്പോ എന്തായാലും തീരുമാനമായി, എന്തായാലും തള്ളണം. വർഷം അതെ അതെ, അവിടെ ഉണ്ട്, ഇവിടെ അടുത്തുണ്ട്. പക്ഷെ നമുക്ക് അവിടെ വരെ തള്ളണ്ട ആലോചിക്കുമ്പോ അത് ഞങ്ങള് തള്ള വെച്ച് നാട്ടിൽ കൂടെ കുറച്ചുകൂടിയൊക്കെ കുറച്ച് സീനാണ്. അതെ കത്തിച്ച് പോകുന്ന. അതെ അതെ, തള്ളി പോവാ. ഞങ്ങളങ്ങനെ തള്ളിക്കൊണ്ടിരിക്കാണ്. നമ്മളങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലെത്തിക്കല് എത്ര നേരം ഒന്നേരി ഇതല്ലേടി. എന്തായാലും നമുക്ക് ഇനി ഇതെന്താ വെച്ചാൽ കാണിച്ചോ കേട്ടോ. എന്നിട്ട് നമ്മൾ വരാം. എത്ര? 430. വാവ്, അത് ഞാൻ അക്ഷയ്ക്ക് ഇതൊക്കെ പൈസ ഒപ്പിക്കണം. ഇനിയിപ്പോ എന്തായാലും ആ പൈസ ഒപ്പിക്കണം. ആരോ വിളിച്ചതാ കരയുന്ന. എന്തായാലും നമ്മള് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി തീർത്തിട്ട് വരേ. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി അവിടെ വെച്ചിട്ട് എന്താ പറയുക, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വേറെ അടുത്തൊരു കടയിലും കൂടി പോയി നോക്കാതിരിച്ചു. കാരണം വെച്ചാൽ വണ്ടി പെട്ടെന്ന് കിട്ടില്ല പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വേറൊരു കടയിലേക്കും കൂടി പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ ആ കടയിലേക്ക് പോയേക്ക് അവിടെ നിന്ന് എന്താ പറയുക, അതും സീനാ. 600 സംതിങ് തന്നെ അറിയുന്നത്. അതെ, അതാണ് പെട്ടെന്ന് ഇവിടെ നിന്ന് പെട്ടെന്ന് തീരെ നന്നാക്കി കിട്ടുമെന്നൊന്നും പറയുന്നില്ല. പെട്ടെന്ന് കിട്ടൂല എന്നാണ് പറയുന്നത്. 3/4 മണിക്കൂർ 1 മണിക്കൂർ എന്തായാലും എടുക്കും. അതെ, അവിടെയാണെ 1 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്ത് തരാറ്. പക്ഷെ ഇങ്ങനെ കാത്തു നിൽക്കാനാവില്ല. പെട്ടെന്ന് എല്ലാം കഴിയണം. ഞങ്ങൾക്കാണ് ഞങ്ങൾ ഏട്ടെങ്കിലും പോകാൻ വിചാരിച്ച് ഇറങ്ങിയായിരുന്നു. അതെ അതെ, എന്താക്കാണ് മൊത്തം പാടി. അതല്ലേ തന്നെ ഇന്നലെ വലിയ കാള തുള്ളി പോകുമ്പോലെ പോയതാ. ഇന്നിപ്പോ പൂച്ചന്റെ ലാമന്നെ വൈര പോണി. അതെ ഗൈസ്, അപ്പം നമ്മളങ്ങനെ എന്താ പറയാ വർഷാപ്പിന്ന് വണ്ടിയാണ് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കുറച്ച് ബഡ്ജറ്റിൻ്റെ പോരായികളുള്ളതുകൊണ്ടേ മീൻസ് അത് ഞങ്ങൾക്ക് ചായ അടിക്കാനുള്ള പൈസ കേട്ടോ. ബഡ്ജറ്റ് വേറെ വരും. അപ്പോൾ കുറച്ച് പൈസ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓന് അക്ഷയ് അവൻ്റെ പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓന് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അന്നേരം അങ്ങനെ ഞങ്ങളിങ്ങനെ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ അരിയ വന്നത്. ഇതാണ് എൻ്റെ അരിയൻ. ആർക്കും അറിയില്ലല്ലോ. അതെ, ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, ഞങ്ങൾക്ക് തമ്മിൽ മാത്രമേ അറിയുള്ളൂ ഞങ്ങൾ അനിയനെ ഏട്ടനാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി ചായക്കൊക്കെ കുടിക്കാൻ പോയിട്ട് കാണുക കേസ്. ഇന്ന് ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ക്ഷീണിതനാണ്. ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കയറിയിട്ട് എത്ര മണി വരെ എഡിറ്റ് ചെയ്തതാ. കുറേ എടുത്തിട്ടുണ്ടായി, കുറേ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാ. എന്തു പറയുക, കുറേ ഞാൻ ഇങ്ങനെ പറയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതാണ് വിഷയം. അപ്പം എന്തായാലും നമുക്കിനി ചാടിക്കാൻ പറ്റി കാണാം. എന്നും ചാടിക്കലാട്ടോ പണി. അപ്പോൾ ചായ കുടിക്കാൻ പോകാട്ടോ. എന്ത് ചായ അടിക്കല. അയ്യോ, ഇതൊക്കെ വ്ളോഗിൽ ഇട്ടാല് നാളേക്കാണ്. അതെ, ഇത് പറഞ്ഞിട്ട് ഓക്കെ ആ പെണ്ണുങ്ങളല്ലേ. പോട്ടെ. അങ്ങനെ നമ്മൾ എന്താ പറയാ ചായ അടിക്കാൻ വേണ്ടിയിട്ട് ധരിക്കരുത്. ഡെയിലി ചായ അടിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും. ഫുള്ള് തോന്നിയ സ്ഥലത്തോ എന്തേത്തും പറയാ. സ്കൂൾ വിട്ട ടൈം പറഞ്ഞു ഇവനാട്ടോ ഇതൊക്കെ ചെയ്യല്ലേ. ഞാനൊന്നും അങ്ങനെയല്ല. ഇവൻ എന്റെ കൂടി പോയി ആക്കും. പിന്നെ
അതെ അതെ. എന്തായാലും നമുക്ക് ഇനി ആ ഷോപ്പിലേക്ക് കയറ്റാം. നമ്മളങ്ങനെ ഷോപ്പിലെത്തിട്ടോ. എന്തൊക്കെ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്തൊന്നും ഞാൻ പറയില്ല, അതൊക്കെ ഇവരെക്കൊണ്ട് പറയില്ല. എന്തേലും പറയേണ്ടവര് പറയില്ല. എന്തൊക്കെ ഓർഡർ ചെയ്തോ? 2 വെള്ളച്ചായ, ഒരു ചായ. പിന്നെ കടി എന്തേലും വരവാണ്? കടിയാണ് കടി അല്ലാത്ത കടി എന്തേത്? ഉണ്ടമ്പരി. ഉണ്ടമ്പരി കഴിക്കണേ. ഉണ്ടമ്പരി ഒന്നും ഉണ്ടമ്പരിയാണ് വേണ്ട. പൈസ പല്ലത്തന്നെ പൈസ എടുക്കുന്ന ഒരാള്. പിന്നെ ഇനി ഓരെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ വിട്ടു. എങ്ങനെ ഉണ്ടമ്പരി ഇവിടെ അല്ലല്ലോ. അതെ, അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞതാ. ഓന് ഈ എണ്ണക്കടി അങ്ങനത്തെ ഒന്നും ഓർ പറ്റില്ല. കാരണം എന്താ, ഗ്യാസാണ്. നല്ല കല്യാണം തന്നെ കഴിക്കുക. അതിന്റെ ഞാൻ എന്തായാലും എണ്ണക്കടി ഇപ്പൊ കഴിക്കാറുള്ളത്. നല്ലതാണ്, എണ്ണക്കടി കഴിക്കാത്ത നല്ലതാണ്. എന്തിനാണ് വെറുതെ എന്താ പറയണ്ടോ? ഒന്നും പറയാനില്ല. ഇവരൊക്കെ ഫുൾ ടൈം ഡിസ്റ്റർബ് പറ്റിക്കൂടാതെ. ഇവരൊക്കെ ഫുൾ ടൈം ഫോണിലാണ്. ഇതാണ് പ്രശ്നം. ചായ വന്ന് ഡെയിലി ചായ. അതൊരു പിന്നെ വെള്ളച്ചായന്റെ ആൾക്കാരാണ് പണ്ടേ. എന്നിട്ട് വെളുത്ത് വെള്ളറലാണ് ഇവരൊക്കെ. കരിപ്പട്ടി. അയ്യോ, ഞാൻ ചായ കുടിക്കണം. എനിക്കെന്തോ ചായ മാത്രം ഇഷ്ടമുള്ളൂ. മറ്റേ അടിച്ച് അങ്ങനെയായിട്ട് ശരിയല്ല. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചായ കൂടി കുടിക്കുന്നില്ല. ഒരു ചിക്കൻ റോള്, രണ്ട് ഫലാഫില. എന്തായാലും കഴിച്ചിട്ട് വരട്ടെ കേസ്. ഇപ്പൊ എന്റെ ചായ പോയത് ഒടിഞ്ഞ് തീറ്റട്ടോ. ഏതാ കടി? ആ കടി മറ്റൊരു ഫീൽ ചെയ്യും. ആർക്ക്? മറ്റേ ഒരു ഫാൻ ബോയ് ഉണ്ട് കേസ്, ഓരോ ഫീലാവും. ഓനെ കളിയാ മാറ്റി കൊടുക്കാം. ഡെയിലി എടുത്തൊരു മറ്റേ ഫോട്ടോ വെച്ച് സ്റ്റോറി ഇടും. ഓനിത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓരോട് താക്ക് പറയാനുള്ളൂ. ഓനക്കുള്ള ഞാൻ അപ്പം കൊടുക്കാം. ഭയങ്കര കടിയിട്ട്. എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് തരാം. ഓന്റെ വിചാരം ഞങ്ങൾ കാണുന്നില്ലാതാ. അതിനൊന്നും മിണ്ടാത്താണ്. ഓരോ ഞങ്ങൾ കുറച്ച് കണ്ടന്റൊക്കെ കുറച്ച് വൾഗറാക്കി പിടിച്ചില്ലല്ലോ, കുറച്ച് വൈറലാവാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ തലയിലായി. അപ്പം നമ്മളങ്ങനെ ചായ കുടിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി നന്നാക്കിയെന്ന് അറിയണം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ പോയാൽ കേട്ടോ. അത് വണ്ടി പൊളിച്ചിട്ടുണ്ടാവും. അതെ, അത് 1 മണിക്കൂർ, അരമണിക്കൂർ ഇതിങ്ങനെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. വണ്ടി റെഡി. അപ്പൊ കേസ് വണ്ടി എങ്ങനെ റെഡി ആക്കണം. ഈ കേസ് ഞാൻ നിർത്തിക്കൊണ്ട് കേട്ടോ. പല വീഡിയോയിലും അങ്ങനെ ഭാരമായതുകൊണ്ട് ഞാൻ നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പം എന്തായാലും വണ്ടി റെഡി ആക്കണേ. ഇനി ബാക്കി ഫണ്ട് വന്നാൽ മതി. ഫണ്ട് ഇപ്പോൾ വരും. അതെ, ഫണ്ട് ഇപ്പോൾ വരും. അതെ, എന്തായാലും ഇപ്പോൾ വരും കേസ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ എനിക്ക് ഗേസ് ശരിയായിട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇന്നിട്ട വീഡിയോയിൽ എന്താ പറയുക, കുറേ മാക്സിമം ഇത് ഒഴിവാക്കാൻ നോക്കിയാട്ടോ. ഗേസിൻ്റെ കാര്യം ഒഴിവാക്കാൻ നോക്കിയതാണ്. അതെ, പറ്റുന്നില്ല. അതെ ഗൈസ്, അതെ. അപ്പം എന്തായാലും അതെ. അങ്ങനെ വണ്ടിയൊക്കെ നന്നാക്കി കിട്ടി. ഇന്ന് വെറുതെ ഒന്നും നടന്നില്ല. ആകെ ഒരു ചായ കുടിയും പിന്നെ വണ്ടീൻ്റെ പുറകെ നമ്മൾ 3 എല്ലാം മതിയായ. അതെ, അങ്ങനെ എന്തായാലും വണ്ടി എന്തായാലും സെറ്റായി കിട്ടി അല്ലേ. പ്രതീക്ഷിക്കാണ്ട് ഓരോ പണികൾ. അപ്പം എന്തായാലും അതെ അതെ, നമുക്ക് ഇനി അടുത്ത നാളെ ഇപ്പം എന്താ, നാളെ നമുക്ക് ആർക്കും പനി എടുത്താലോ നോക്കാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതെ, അപ്പം എന്തായാലും 2ാമത്തെ വ്ളോഗാണിത്. എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നില്ല. ഇവിടെ സപ്പോർട്ട് വരെ ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് ഇനി നോക്കാം. ഇനി നമുക്ക് എത്ര വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കാം. എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം. ഹായ്.